ഹലോ, അപ്പോഴേ ഇന്ന് ഇവിടെ മുട്ടക്കറിയും കൊണ്ടല്ല വന്നേക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടാ. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവുമ്പോഴല്ലേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വരുള്ളൂ. അപ്പം ഇന്ന് നമ്മളെ ഒരു 30 പേർക്കുള്ള മുട്ടക്കറിയായിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതും 1 കിലോ സവാള വെച്ചിട്ട് നല്ല കുറുകിയ ചാറോടുകൂടിയാണ് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ അടുത്തേ പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നേ. അപ്പം അവിടെ വന്ന ബാൻഡ് സെറ്റുകാർക്കാണ് നമ്മളോട് ഭക്ഷണം പറഞ്ഞത്. അപ്പവും മുട്ടക്കറിയും പിന്നെ ഉച്ചയ്ക്ക് ഊണും ഉണ്ടോ പറഞ്ഞത്. ഞായറാഴ്ച ചെയ്തുകൊണ്ടിട്ടേ പാചകത്തിന് തന്നെ ചേട്ടനും പിന്നെ ചേച്ചിയും എൻ്റെ അനിയത്തിയും ഒന്നും വന്നില്ല കേട്ടോ. എല്ലാവരും ലീവായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ ഉച്ചക്കലത്തേക്കും രാവിലത്തേക്കും ഫുള്ളായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത് ഒറ്റയ്ക്ക് നിന്നിട്ടേ. ഞാനപ്പോൾ ഏതോ ഉരുളിയൊക്കെ വെച്ച് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് തുടങ്ങാമല്ലേ പരിപാടി. എന്നിട്ട് ഉരുളി ഒന്ന് ചൂടായപ്പോഴേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ട് ഒഴിച്ചു കൊടുത്തേക്കണത്. പിന്നെ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പെരുംജീരകം ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ എന്താ 1 കിലോ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്നത് കറക്റ്റ് 30 പേർക്കുള്ള കറിയാണ്. അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കണക്കൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്നേ മൂടി വെച്ചും കൂടി കൊടുക്കണ്ട കേട്ടോ. ഇപ്പം തന്നെ സമയം 7 മണി കഴിഞ്ഞ് 8:30 മണിയാകുമ്പോഴേക്കും അവർ കഴിക്കാൻ വരുമെന്ന് പറയും. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിയും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വീഡിയോ പിടിക്കണ കാരണം കുറച്ച് താമസം പിടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തെ അടുപ്പിലോട്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് അപ്പം നമ്മുടെ മുട്ട പെട്ടെന്ന് ഉലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടാണ് ഞാനത് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഇതാ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 പഴുത്ത തക്കാളി, ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ എന്താ ഒരു 10 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. അപ്പോൾ ഈ തക്കാളി സവാളയും എല്ലാം നന്നായിട്ട് വഴണ്ടി ഒന്നും കൂടി കിട്ടണം കേട്ടോ. ഞാൻ വിചാരിച്ചേ ഇങ്ങനെ തുറന്ന് വെച്ച് കത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിതൊന്ന് മൂടി വെച്ച് കത്തിക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. എന്നിട്ട് ഞാൻ ഒരു മസാല തയ്യാറാക്കാൻ പോണേണ്ട. മസാല എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുറച്ച് തേങ്ങ അരപ്പാണ്. ഞാൻ അരമുറി തേങ്ങയും അതേപോലെ ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 1 ഗ്ലാസ് ഉണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ടിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഗരം മസാല അപ്പം പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 സ്പൂണ് ഗരം മസാല കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കണം. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്നും വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെന്താ മുളക് പൊടി ഇടാൻ മറന്നു പോയോ എന്ന്. പക്ഷേ ഈ ഒരു മുട്ടക്കറിക്ക് ഞാൻ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം ആ വഴറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്നട്ടും കൂടി ആ മിക്സ് ചേർത്ത് കൊടുത്തേക്കണത്. ഇനി നമ്മളിതിൽ പച്ചവെള്ളമല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത്, ചൂടുവെള്ളമാണ്. അപ്പം ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്, അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ അരപ്പും പോകില്ലല്ലോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ഇത്രയും തിക്നെസ് ഒന്നും പാടില്ല, കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അതേപോലെ കറിയൊക്കെ വെക്കുമ്പോഴേ നമുക്ക് വെള്ളമൊക്കെ ഇനിയും ഒഴിക്കണമെന്നുണ്ടെങ്കിലല്ലേ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കണം കേട്ടോ. എന്നാലേ കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കുള്ളൂ. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചച്ചോവ ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ്. ഇനി ലേശ് പഞ്ചസാരയും കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കണമെങ്കിൽ. ഞാൻ നോക്കുമ്പോഴേ സമയം 8 മണി കഴിഞ്ഞ്. അങ്ങനെ തന്നെ കുറച്ച് മുട്ടയൊക്കെ പൊളിച്ചിട്ടിട്ടാ. എന്താണെന്ന് വെച്ചാൽ അവർ മഞ്ഞയാണെങ്കിൽ വേഗം കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാം എന്നുള്ള വിചാരത്തിലൊക്കെയാണ് ഞാൻ കുറച്ച് മുട്ട പൊളിച്ച് ആദ്യം തന്നെ ഇട്ടത്. ഇനി അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്ന കുറച്ച് വറവ് താളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇട്ട്, എന്താണെന്ന് വെച്ചാൽ നെയ്യിട്ടിട്ട് താളിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് താളിച്ചാൽ മതി കേട്ടോ. പക്ഷെ ഞാൻ ഓർത്തേ നെയ്യൊക്കെ താളിക്കണമെങ്കിൽ അതൊരു വെറൈറ്റി കറി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് വറ്റൽമുളകും അതേപോലെ കറിവേപ്പില ഇട്ട് ലേശം മുളക് പൊടി കേട്ടോ. ആ ഒരു എണ്ണമയം നമ്മുടെ കറിയിലൊന്ന് ഇങ്ങനെ മുകളിൽ തെളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നെയ്യ് തന്നെ വേണമെന്നില്ല കേട്ടോ. പക്ഷേ നെയ്യ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയിലേക്ക് അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഞാനിതെല്ലാം ഇളക്കി കൂട്ടിയിട്ടാ ഫോട്ടോഷൂട്ട് എടുക്കാന്ന് വെച്ചിട്ട് 8:30 ഇവരെ കാണില്ല. എന്നാൽ പിന്നെ ഒന്ന് ഇളക്കി കൂട്ടാം, എന്നിട്ട് ലോ ഫ്ലെയിമിലിടാം. വന്നയാണെങ്കിൽ കൊടുക്കാമെന്നും വിചാരിച്ച്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണമെങ്കിൽ എണ്ണയൊക്കെ ഒന്നും കൂടി തെളിഞ്ഞൊക്കെ കിട്ടുമല്ലോ. ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടാ പൊന്നു മക്കളെ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതേപോലെ ഞാൻ വെക്കുമെന്നായിപ്പോയി മുട്ടക്കറി. അത്രയും നല്ല ടേസ്റ്റായിരുന്നേ. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ 8:30 കഴിഞ്ഞ് 8:45 9 മണിയായിട്ട് ഇവന്മാരില്ല. ഇവന്മാരെ നമ്മളെ പറ്റിച്ചാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ സമാധാനത്തിൽ നിന്ന് ബാക്കിയുള്ള മുട്ടയും കൂടി വിളിച്ച് അതിലേക്ക് ഇട്ട് അങ്ങോട്ട് കൊടുത്തിട്ട. പിന്നെ ഇതിന് ശേഷമാണ് ഞാൻ ഫോട്ടോ എടുത്തതും ഫുൾ വീഡിയോ ഒക്കെ നന്നായിട്ട് എടുത്തത് കേട്ടോ. സമാധാനപരമായി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ലതായിട്ട് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണത്. ഇതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യം തുറന്നു പറയാലോ, ഈ കഴിക്കാൻ വന്നതിലേ ഫസ്റ്റ് തന്നെ 16 പേരാണ് അവരിരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു മുട്ടക്കറി അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഒരാൾ 3-4 പ്രാവശ്യമൊക്കെയാണ് എന്നോട് ഗ്രേവി ചോദിച്ചത് കേട്ടോ. ഞാൻ കൊടുക്കുകയും ചെയ്ത്. തികയുമല്ലോ, കറക്റ്റ് 30 പേർക്കല്ല നമ്മൾ വെച്ചതെന്ന് ഓർത്ത്. കറക്റ്റ് 30 പേർക്ക് തന്നെയാണ് ഞാൻ വെച്ചത്. പക്ഷേങ്കിൽ ലാസ്റ്റ് വന്ന 4 പേർക്കില്ലേ ഗ്രേവി ഉണ്ടായിരുന്നില്ല. മുട്ട മാത്രം ഞാൻ നോക്കുമ്പോൾ ഉരുളിയിലുണ്ടായിരുന്നു. എന്ത് ചെയ്യും? പിന്നെ ഞാൻ ഒരു കണക്കിന് തട്ടിക്കൂട്ട് ഗ്രേവിയൊക്കെ ഒപ്പിച്ചിട്ട് അവർക്കും കൊടുത്തിട്ടാ. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു മുട്ടക്കറിക്ക്. അപ്പം നമ്മുടെ ഇവിടെ കഴിക്കാൻ വന്ന ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞു, ചെറിയൊരു യൂട്യൂബറാണ് ഞാൻ, ഒന്നൊരു അഭിപ്രായം പറയാമോ എന്ന് ചോദിച്ചിട്ടാ. എവിടെ ചേട്ടനെ കണ്ടില്ല? ആ